അവൻ ഇവിടം വരെ ഒന്ന് വന്നോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് കഴിച്ചോട്ടെ, അവളൊന്ന് പറഞ്ഞോട്ടെ, അവൻ ഇവിടം വരെ ഒന്ന് വന്നോട്ടെ. ഇതുപോലുള്ള സെന്റൻസുകൾ പറയാത്ത ഏതെങ്കിലും ദിവസം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇല്ല. നമ്മൾ എന്നും പറയുന്ന കാര്യങ്ങൾ അതൊക്കെ. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ, അല്ലേ? കുടുംബജീവിതത്തിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഹസ്ബൻഡ് പറയാണ് വൈഫിനോട്, അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ, ലെറ്റ് മീ സേ സംതിങ്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇതുപോലുള്ള സെന്റൻസുകൾ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായി ഒന്ന് നോക്കാം. ആദ്യം നോക്കേണ്ടത് ഒരു ഫോർമുലയുണ്ട്, സ്ട്രക്ചർ ഉണ്ട്. ഇങ്ങനെ ചെയ്തോട്ടെ, പറഞ്ഞോട്ടെ, ചെയ്തോട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ടൊരു ഫോർമുലയുണ്ട്. അതാണ് ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം. എന്താണ് ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കാം. എന്താണ് ഐ, യു, ദേ, വി, ഹി, ഷി. ഇതിന് നമ്മൾ എന്ത് വിളിക്കും? സബ്ജക്റ്റ് വിളിക്കും. എന്താ വിളിക്കുക? സബ്ജക്റ്റ്. ഇതിന്റെ ഒബ്ജക്റ്റ് ആണ് മീ, യു, ദെം, അസ്, ഹിം, ഹെർ. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ചേർക്കേണ്ടതാണ്, ആദ്യം ചേർക്കേണ്ടത് ലെറ്റ്, ലെറ്റ്. അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ്, ഇതാണ് ചേർക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് വെർബ് ഫസ്റ്റ് ഫോം വരണം, വെർബ് ഫസ്റ്റ് ഫോം. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നും നോക്കാം. ഒന്നാമതാണ്, ഞാൻ ഇന്ന് അവിടെ വരെ ഒന്ന് പോയിക്കോട്ടെ. ഞാൻ ഇന്ന് അവിടെ വരെ ഒന്ന് പോയിക്കോട്ടെ. ഇപ്പൊ എന്താ പറയാം? ആദ്യം ലെറ്റ്, അല്ലെ? LET ലെറ്റ് ചേർത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചേർത്തു മീ. അപ്പൊ സംശയം ഞാൻ എന്ന് പറഞ്ഞാൽ അയിനല്ല ഞാൻ എന്ന് പറയാ, അയിനാണല്ലോ ഞാൻ എന്ന് പറയാ. ഇവിടെ മീ എന്ന് ചേർത്തു. മീ ചേർക്കാനുള്ള കാരണം ലെറ്റ് എന്ന് പറയുന്നത് വെർബാണ്. ലെറ്റ് ഈസ് എ വേർഡ്. ലെറ്റ് എന്താണ്? LET ലെറ്റ് ഒരു വെർബാണ്. വെർബിന് ശേഷം സബ്ജക്റ്റ് അല്ല വരാറ് എന്ന് പറയാം. വെർബിന് ശേഷം സബ്ജക്റ്റ് അല്ല വരാറ്. വെർബിന് ശേഷം എന്താ വരാറ്? ഒബ്ജക്റ്റ്. നമുക്ക് വേണ്ടതാണ് ഒബ്ജക്റ്റ് ആണ്. നമുക്കറിയാം സബ്ജക്റ്റ് വെർബിന് മുന്നെയാണ് വരാറ്, അതുപോലെ ഒബ്ജക്റ്റ് വെർബിന് ശേഷമാണ് വരാറ്. ക്ലിയർ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സബ്ജക്റ്റ് എടുക്കാതെ ഒബ്ജക്റ്റ് എടുക്കണം. ഓക്കെ, നോ ഡൗട്ട്. അപ്പൊ ഒന്ന് പറയാം, ആദ്യം ലെറ്റ് ചേർത്തു. അത് കഴിഞ്ഞിട്ട് എന്തായി? മീ. ഇനിയാണ് എന്ത്? വെർബ് ഫസ്റ്റ് ഫോം. ഓക്കെ, ഒബ്ജക്റ്റിന് ശേഷം വെർബ് വന്നിരിക്കണം. അതിനിടക്ക് വേറൊരു എക്സ്ട്രാ വേർഡ് കൊണ്ടുവരരുത്. ഓക്കെ, അപ്പൊ ലെറ്റ് മീ, പോവുക. ലെറ്റ് മീ ഗോ, ഞാൻ പോയിക്കോട്ടെ. എവിടെ? അവിടം വരെ. ഓവർ ദെയർ. ഓക്കെ, പറഞ്ഞാൽ മതി. ഓവർ ദെയർ. എന്ന് പോണത് ഇന്ന്. അപ്പൊ ഇന്നെന്താ പറയാ? ടുഡേ. അപ്പൊ എന്തായി? സിമ്പിളായി, അല്ലേ? ലെറ്റ് മീ ഗോ ഓവർ ദെയർ ടുഡേ. ഇന്ന് ഞാൻ അവിടെ പോയിക്കോട്ടെ. ഇന്ന് ഞാൻ അവിടെ വരെ ഒന്ന് പോയിക്കോട്ടെ. ഓക്കെ, ഇനി രണ്ടാമതാണ്, അവൻ നാളെ ഇവിടെ വരെ വന്നോട്ടെ. എന്നിട്ട് പോരെ പരിപാടിയൊക്കെ. ഓക്കെ, അപ്പോ ലെറ്റ്. ആദ്യം എന്താണ്? ലെറ്റ്. അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ്. ആരാണ്? അവൻ. എന്താണ്? ഹി അല്ല, നമുക്ക് ഹിം വേണം. ഓക്കെ, ലെറ്റ് ഹിം. ഇനിയാണ് വെർബ് ഫസ്റ്റ് ഫോം, വരുക. കം. ലെറ്റ് ഹിം കം. അവരൊന്ന് വന്നോട്ടെ. എവിടെ? ഇവിടം വരെ. ഓവർ ഹിയർ, അല്ലെങ്കിൽ ഹി എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇഷ്ടമാണ്. ഓവർ ഹിയർ. എന്ന് നാളെ. അപ്പൊ നാളെ എന്ന് പറയാ? ടുമോറോ. അപ്പൊ എന്തായി? വളരെ സിമ്പിളായി. Let him come over here tomorrow. ഇനി അടുത്താണ്, ആദ്യം ഞാൻ എന്നോട് എന്തെങ്കിലും പറഞ്ഞോട്ടെ. അപ്പോ ലെറ്റ്. ഞാൻ, മീ, ലെറ്റ് മീ. പറയുക, let me say something to you. നിന്നോട്, to you. എന്താണ്? നിന്നോട്, to you. Let me say something to you first. ആദ്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങളോട്. ഓക്കെ, let me say something to you first. ഇനി അടുത്തെന്താണ്? നമുക്ക് അടുത്ത് നോക്കാം. അവൾ ആ പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്തോട്ടെ. അവളെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. അവൾ ആദ്യം ആ പ്രൊജക്റ്റ് ചെയ്തോട്ടെ, കഴിഞ്ഞോട്ടെ, ഫിനിഷ് ആയിക്കോട്ടെ. അപ്പൊ ആദ്യം ലെറ്റ്. അവളിനെ ഷീ എന്നാണ് പറയുക. പക്ഷെ നമുക്ക് ഷീ എഴുതാൻ കഴിയില്ല. കാരണം നമുക്കറിയാലോ, ലെറ്റ് വെർബാണ്. വെർബിന് ശേഷം ഒബ്ജക്റ്റ് ഏതാണ്? നമുക്ക് ഒബ്ജക്റ്റ് വേണം. ഓക്കെ, ഇതിമേ കൺഫ്യൂഷൻ ആവരുത്. ലെറ്റ് ഹെർ. വെർബ് എന്താണ്? ഫിനിഷ് ചെയ്യുക. ലെറ്റ് ഹെർ ഫിനിഷ്. എന്ത് ഫിനിഷ്? ലെറ്റ് ഹെർ ഫിനിഷ് ഹെർ പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റ്, അല്ലേ? ദാറ്റ് എന്ന് പറഞ്ഞാൽ ആ എന്നാണ്. ഓക്കെ, ലെറ്റ് ഹെർ ഫിനിഷ് ദാറ്റ് പ്രൊജക്റ്റ്.
പ്രൊജക്റ്റ്. അപ്പം എന്തായി ആണോ? ലെറ്റ് ഹെർ ഫിനിഷ് ദാറ്റ് പ്രൊജക്റ്റ്. ഡോണ്ട് ഡിസ്റ്റർബ് ഹെർ. ഡോണ്ട് ഡിസ്റ്റർബ് ഹെർ. അവളെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. ലെറ്റ് ഹെർ ഫിനിഷ് ദാറ്റ് പ്രൊജക്റ്റ്. ലെറ്റ് ഹെർ ഫിനിഷ് ദാറ്റ് പ്രൊജക്റ്റ്. ഇനി അടുത്താണ് അവൻ ഇന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിക്കട്ടെ. ഓക്കെ, എന്താണ്? ഞാൻ ഒരു നിമിഷം ചിന്തിക്കട്ടെ. ഞാൻ ഒന്ന് ചിന്തിച്ചോട്ടെ. ക്വസ്റ്റ്യൻ ചോദിക്കല്ലേ, ഞാൻ ചിന്തിച്ചോട്ടെ ആദ്യം. അപ്പം ഞാൻ അത് ലെറ്റ് ഞാൻ മീ വെർബ് തിങ്ക്. ലെറ്റ് മീ തിങ്ക് ഫോർ എ മൊമെന്റ്. ഒരു നിമിഷം ഫോർ എ മൊമെന്റ്. അപ്പം എന്തായി? ലെറ്റ് മീ തിങ്ക് ഫോർ എ മൊമെന്റ്. ഒരു നിമിഷം ഞാൻ ചിന്തിച്ചോട്ടെ. നമുക്ക് പോരെ. ഇനി അടുത്താണ് അവൻ ഇന്ന് നേരത്തെ വീട്ടിൽ പോയിക്കോട്ടെ. അവൻ ഇന്ന് നേരത്തെ വീട്ടിൽ പോയിക്കോട്ടെ. എന്ന് പറയാം ആദ്യം ലെറ്റ് അല്ലേ, ലെറ്റ് ഹിം. അവൻ ഹി ആണ്, പക്ഷെ നമുക്ക് ഹിം ആണ് വേണ്ട. ഓക്കെ, ലെറ്റ് ഹിം ഗോ പോയിക്കോട്ടെ. എവിടെ പോയിക്കോട്ടെ? ഹോം. ലെറ്റ് ഹിം ഗോ ഹോം. അപ്പോൾ ഒരു സംശയം, അല്ല സാറേ ഈ ഹോമിൻ്റെ മുന്നേ ടു ചേർക്കണ്ടേ? ഗോ വന്നു കഴിഞ്ഞാൽ ടു ചേർക്കണമല്ലോ. ചേർക്കരുത്. എന്താ കാരണം അറിയോ? ഗോ ഹിയർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹിയർ, അതുപോലെ തന്നെ ദയർ, അതുപോലെ ഹോം, എബ്രോഡ്. ഇതിന് മുന്നേ ഒന്നും എന്ത് ചേർക്കരുത്? ഓക്കെ, എന്ത് ചേർക്കരുത്? ടു ചേർക്കരുത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ മതി. ദയർ, ഗോ ദയർ. കം ഹിയർ, ഗോ ഹോം, അതുപോലെ ഗോ എബ്രോഡ്. അതല്ല ഈ ഹോം എന്ന് പറയുന്ന വേർഡ് ഇല്ലേ, ഹോം, HOME. ഹോമിന് മുന്നേ എന്തെങ്കിലും ഒരു എക്സ്ട്രാ വേർഡ്, ഇപ്പം മൈ ഹോം, ഹിസ് ഹോം, ഹെർ ഹോം ഉണ്ടെങ്കിൽ അപ്പം അവിടെ ടു ചേർക്കണം. ടു മൈ ഹോം. ടു ഹോം എന്ന് പറയുന്നത് ഹോം. ഗോ ഹോം, ഗോ ടു ഹെർ ഹോം, ഗോ ടു ഹിസ് ഹോം, ഗോ ടു മൈ ഹോം. ഓക്കെ, ഇവിടെ ഹോം ഒറ്റയ്ക്ക് വന്നുകൊണ്ട് ടു ചേർക്കരുത്. ലെറ്റ് ഹിം ഗോ ഹോം ഏർലി. ടുഡേ ഇന്നുണ്ടല്ലോ, അപ്പോൾ ഇന്ന് ചേർത്തു ടുഡേ. ഇങ്ങനെയായി. ഇതാണ് ആൻസർ. എന്ത്? ലെറ്റ് ഹിം ഗോ ഹോം ഏർലി ടുഡേ. ഇനി അടുത്താണ് അവൾ ആദ്യം ഹോംവർക്ക് ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ, കംപ്ലീറ്റ് ആക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് അവൾ ആദ്യം ഹോംവർക്ക് ഒന്ന് കംപ്ലീറ്റ് ആക്കിക്കോട്ടെ എന്ന് പറയാം. ആദ്യം ലെറ്റ്. അവൾ ഷിയാണ്, പക്ഷെ നമ്മൾ ഇവിടെ എഴുതും ഹെർ, കാരണം ഒബ്ജക്റ്റ്. ഇനി ഇതാണ് പൂർത്തിയാക്കുക, ഫിനിഷ് അല്ലെങ്കിൽ കംപ്ലീറ്റ്. എന്ത് എഴുതാം? ഓക്കെ, കംപ്ലീറ്റ്. ലെറ്റ് ഹെർ കംപ്ലീറ്റ് ഹെർ ഹോംവർക്ക് അല്ലെങ്കിൽ ദ ഹോംവർക്ക്. ഓക്കെ, എന്തു എഴുതാവുന്നതാണ്, നോ പ്രോബ്ലം. അപ്പോൾ എന്തായി? ലെറ്റ് ഹെർ കംപ്ലീറ്റ് ഹെർ ഹോംവർക്ക്, ലെറ്റ് ഹെർ കംപ്ലീറ്റ് ദ വർക്ക്. ഓക്കെ, അവൾ ആദ്യം ഒരു വേർഡ് ഉണ്ടായതുകൊണ്ട് അത് ചേർക്കാം, ഫസ്റ്റ്. അപ്പോൾ എന്തായി? ലെറ്റ് ഹെർ കംപ്ലീറ്റ് ഹെർ ഹോംവർക്ക് ഫസ്റ്റ്. അവൾക്ക് ആദ്യം അവളുടെ ഹോംവർക്ക് ചെയ്തോട്ടെ എന്നാണ്, ചെയ്യാൻ അനുവദിക്കും അല്ലെങ്കിൽ ചെയ്തോട്ടെ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്താണ് കുറച്ചു നേരം കുട്ടികൾ പുറത്തുനിന്ന് കളിച്ചോട്ടെ എന്ന് പറയാം. ലെറ്റ് the children were first from play. കളിച്ചോട്ടെ എവിടെ? ഔട്ട്സൈഡ്, പുറത്തുനിന്ന് കളിച്ചോട്ടെ. കുറച്ച് സമയം അല്ലേ, ഫോർ സം ടൈം അല്ലെങ്കിൽ ഫോർ എ വൈൽ എന്നും പറയാം. ഓക്കെ, ലെറ്റ് ദ ചിൽഡ്രൻ പ്ലേ ഔട്ട്സൈഡ് ഫോർ സം ടൈം അല്ലെങ്കിൽ ലെറ്റ് ദ ചിൽഡ്രൻ പ്ലേ ഔട്ട്സൈഡ് ഫോർ എ വൈൽ. ഇനി അടുത്ത് നോക്കാം. ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ, എന്നിട്ട് പോരെ? ഞാൻ ആദ്യം നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ, എന്നിട്ട് പോരെ എന്ന് പറയാം. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു. പരിചയപ്പെടുത്തുക എന്ന് പറയാം. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു ഫസ്റ്റ്. ഓക്കെ, ഇനി അടുത്താണ് ഞാൻ ആദ്യം മറ്റന്നാൾ നിൻ്റെ അടുത്ത് വന്നോട്ടെ, എന്നിട്ടൊക്കെ പരിപാടി തുടങ്ങിയാൽ പോരെ? ഞാൻ ആദ്യം മറ്റന്നാൾ നിൻ്റെ അടുത്ത് വന്നോട്ടെ എന്ന് പറയാം. ലെറ്റ്സ് മീ കം, വന്നോട്ടെ, വരിക. കം ടു യു. ലെറ്റ് മീ കം ടു യു. മറ്റന്നാൾ എന്ന് പറയാം. ദ ഡേ ആഫ്റ്റർ ടുമോറോ അല്ലെങ്കിൽ ആഫ്റ്റർ ടുമോറോ അല്ലെങ്കിൽ ദ ഡേ ആഫ്റ്റർ ടുമോറോ ഫസ്റ്റ് ചേർക്കാം, കാരണം ആദ്യം ഉണ്ടല്ലോ. അപ്പോൾ എന്തായി? ലെറ്റ് മീ കം ടു യു ആഫ്റ്റർ ടുമോറോ ഫസ്റ്റ്. എന്നിട്ട് നമുക്ക് ചിന്തിക്കാം
ഇനി അടുത്താണ് ഞാൻ ഇതൊന്ന് കഴിച്ചോട്ടെ. ഞാനൊന്ന് കഴിച്ചോട്ടെ. ഞാൻ ഇതൊന്ന് കഴിച്ചോട്ടെ. ലെറ്റ് മീ ഈറ്റ് ഈറ്റ്. ഓക്കെ, ഞാൻ ഇതൊന്ന് കഴിച്ചോട്ടെ. ഇനി അടുത്തതാണ് അവൾ ആ പുസ്തകം തുറന്നോട്ടെ. ആദ്യം അവൾ ആ പുസ്തകം തുറന്നോട്ടെ. ലെറ്റ് ഹെർ ഓപ്പൺ ദാറ്റ് ബുക്ക്. ആ ബുക്ക് അല്ലേ, എന്താണ് ആ ബുക്ക്, ദാറ്റ് ബുക്ക്. ലെറ്റ് ഹെർ ഓപ്പൺ ദാറ്റ് ബുക്ക്. ഇനി അടുത്താണ് ഞാൻ ഒന്ന് കഴിക്കോട്ടെ. ഞാനൊന്ന് കഴിക്കട്ടെ. ഭക്ഷണം കഴിക്ക്. ഞാനൊന്ന് കഴിക്കോട്ടെ. ഞാനൊന്ന് കഴിക്കോട്ടെ. അപ്പൊ ആദ്യം കഴുകട്ടെ. കഴുകാം അല്ലേ. ലെറ്റ് മീ വാഷ് മൈ ഹാൻഡ്സ് ഫസ്റ്റ്. Okay, let me wash my hands. Let me wash my hands first. Then I will eat. Okay. ഇനി അടുത്താണ്, ഇത് കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. നമുക്കറിയാം ഇവിടെ ഇത് നമ്മൾ പറയാറുണ്ട് അല്ലേ, ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഇത് അല്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ പറയാറില്ലേ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഇവിടെ നമുക്കറിയാം ചെയ്യുന്ന ഒരാളുണ്ടോ, സബ്ജക്റ്റ് ഇല്ലല്ലോ. സബ്ജക്റ്റ് ഈസ് മിസ്സിങ്. അങ്ങനെ സബ്ജക്റ്റ് മിസ്സിങ് ആണെങ്കിൽ നമുക്ക് ഇറ്റ് ചേർത്താൽ മതി. എന്താ പറയുക, ഇറ്റ്. ഇറ്റിൻ്റെ ഒബ്ജക്റ്റും എന്താണ്, സെയിം ആണ്, ഇറ്റ്. ഓക്കെ, ഇറ്റ് സബ്ജക്റ്റും അതുപോലെ ഇറ്റ് ഒബ്ജക്റ്റും സെയിം ആണ്. അല്ല യു അതുപോലെ ഇറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം ലെറ്റ്, അല്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ലെറ്റ് ലെറ്റ്. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് എന്താ, ഒബ്ജക്റ്റ് എന്താണ്, ഇറ്റ്. ലെറ്റ് ഇറ്റ്. ഫസ്റ്റ് ഫോം ആയിക്കോട്ടെ, ആകുക ബി ഇ, മറക്കരുത് ബി ഇ. എന്താണ്, ബി ഇ ആണ്, ആകുക. ഈസേമാർ ആകുന്നു, അതിൻ്റെ ബേസ് ഫോം ഈസേമാറിൻ്റെ അല്ലെങ്കിൽ ബാസ്വേറിൻ്റെ ഇവിടെയൊക്കെ തലവൻ എന്താണ്, ബി ആണ്, ആകുക. അപ്പം നമുക്ക് ഇവിടെ ബി ചേർക്കണം, മറക്കരുത്. ലെറ്റ് ഇറ്റ് ബി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ സോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് എന്താണ്, സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് നമ്മൾ സോ ചേർക്കുകയാണെങ്കിൽ ആ സോ എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം എന്താണ്, അങ്ങനെ, അതുപോലെ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി സോ. അല്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ലെറ്റ് ഇറ്റ് ബി സോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ ഈ ലെറ്റ് ഇറ്റ് ഈ രണ്ട് വേർഡ് ഒരുമിച്ച് പറയാം, പിന്നെ ബി സോ ഒരുമിച്ച് പറയാം. ഇതെല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മിക്സ് ചെയ്യാം, എന്നാവും. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി സോ. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 2-3 സെൻറ്റൻസ് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയിട്ട് ഒന്ന് കമൻറ്റ് ബോക്സ് അയക്കുക. ഓക്കെ, എനിക്കൊന്ന് ചെക്ക് ചെയ്യാനാണ് ആർക്ക് എത്രമാത്രം നിങ്ങൾക്ക് എല്ലാവർക്കും എത്രമാത്രം മനസ്സിലായി എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ മൈ ഫ്രണ്ട്സ്, താങ്ക് യു എവരിവൺ. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് പ്ലീസ്.